of Kerala. Oh, thank you. അതിനും ഒരു ഭയങ്കര ത്രില്ല്. നമ്മുടെ പ്രവർത്തകർ അതാ കണ്ടോണ്ടിരിക്കുന്നത് ഒരു വലിയ ആവേശത്തിൽ. മറ്റൊന്ന്, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വലിയ സന്തോഷവും ആവേശവും കൂടി പറയട്ടെ. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ വിജയവും ഇവിടെ നിന്നാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞത്. പലരും പറയാൻ അറച്ചു നിന്നപ്പോൾ അവിടെയും വിജയശ്രീ ലാളിതരായ മണ്ഡലത്തിന്റെ ഞങ്ങളെല്ലാവരും ഇറങ്ങിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയും CPM പറഞ്ഞത് BJPക്ക് ഇവിടെ ഒരു സീറ്റും കിട്ടില്ല, ആ പൂട്ടും താക്കോലും അവരുടെ കയ്യിലാണെന്നാണ് അവർ പറഞ്ഞത്. എല്ലാവരും ഇറങ്ങിയപ്പോൾ ഓർമ്മിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നേമത്തിന്റെ ജനങ്ങളും ചാത്തന്നൂരിന്റെ ജനങ്ങളും കൃത്യമായ ഒരു മറുപടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. 2 MLA-മാരാണ് ഈ നിയോജകമണ്ഡലത്തിൽ BJP-യെ NDA-ന്റെ MLA-മാരായിട്ട് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഇലക്ഷൻ ഞാൻ പാർട്ടി ആദ്യം മുതൽ പറഞ്ഞ ഈ ഇലക്ഷൻ ഒരു ആന്റി CPM ഇലക്ഷൻ ആയിരുന്നു. ഞാൻ 2025 മുതൽ ഈ ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം, എന്ത് കസറത്ത് ചെയ്താലും CPM ഈ ഇലക്ഷനിൽ ജയിക്കില്ല. കാരണം 10 കൊല്ലം ഭരിച്ച CPM അവരുടെ അഴിമതിയും ശബരിമലയ്ക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം, എന്ത് കസറത്ത് ചെയ്താലും CPM ഈ ഇലക്ഷനിൽ ജയിക്കില്ല. കാരണം 10 കൊല്ലം ഭരിച്ച CPM അവരുടെ അഴിമതിയും ശബരിമല കൊള്ളയും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ജനങ്ങൾ മടുത്തു. അപ്പോൾ ഈ ഇലക്ഷൻ ഒരു ആന്റി CPM ഇലക്ഷൻ ആയിരുന്നു. ഈ ഇലക്ഷൻ
ഇന്ത്യ അലയൻസിന്റെ എതിരെയായിരുന്നു. അത് വെസ്റ്റ് ബംഗാൾ ആണോ, തമിഴ്നാടാണോ, കേരളമാണോ, 3 സ്ഥലത്തും എൻഡിഎന്റെ എതിരെയാണ് ഒരു മാൻഡേറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് നിയമം ജനങ്ങളോട്, ഞാൻ ഇവിടെ 2024 വന്നപ്പോൾ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹവും പിന്തുണയും കിട്ടിയത് എനിക്ക് നിയമത്തിന്റെ ജനങ്ങളുടെ അടുത്തുനിന്നായിരുന്നു. ഇന്ന് അവര് എനിക്കൊരു അവസരം തന്നിട്ടുണ്ട് അവരെ സേവിക്കാൻ. ഞാൻ ഇന്നു മുതൽ നിയമത്തിന് ജനങ്ങളുടെ പ്രധാന സേവകനായി മാറും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാ വിഷമങ്ങളും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞാൻ 24 മണിക്കൂർ അധ്വാനിക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. അത് മാത്രമല്ല, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ BJP എൻഡിഎന്റെ എല്ലാ പ്രവർത്തകരും, എന്റെ സഹപ്രവർത്തകരും എല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഒപ്പം അവര് അധ്വാനിച്ച് എന്റെ ഒപ്പം എന്നെ ജയിപ്പിക്കാൻ ഒരു കഠിന അധ്വാനം ചെയ്ത എല്ലാ പ്രവർത്തകർക്കും ഞാൻ, കൗൺസിലർമാരും മേയറും ഡെപ്യൂട്ടി മേയറും, ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവരുടെ ഒപ്പം ഇന്ന് നാടിനു വേണ്ടി, നിയമത്തിനു വേണ്ടി, കേരളത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്ന് ഞാൻ ഇന്ന് വാഗ്ദാനം തരുന്നു, ഉറപ്പു തരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓ തള്ളല്ലേ. ഓ നമസ്കാരം. ഫ്രണ്ടിലോ കേട്ടോ. വന്നോളൂ. കൊടി ബാക്കിൽ കൊടിയില്ലേ? അല്ലെ നമുക്ക് ഈ വണ്ടി കയറി പോവാം. ഈ വണ്ടി ചേട്ടാ പ്രശാന്ത് ഇപ്പൊ കാര്യാലയത്തിൽ പോയിട്ട്